അയ്യോ, ഇതാണ് ആ ക്രൂരനായ പഴയ കാരണവരല്ലേ? മുഖം കണ്ടാൽ തന്നെ അറിയാം ആളത്ര ശരിയല്ല. കറക്റ്റ് ഡയറക്ടർ എന്താണ് ഉദ്ദേശിച്ചത് ആ സംഭവം കിട്ടിയിട്ടുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. അല്ലാതെ ചില ഡയറക്ടേഴ്സൊക്കെ ഇവിടെ അടുത്ത കാലത്ത് മലയാളത്തിൻ്റെ അപരാധം വേറെ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഭൂമി കുലുങ്ങും, തിയേറ്റർ കുലുങ്ങും. അതെനിക്കുള്ളതാ. അങ്ങനെയൊന്നല്ല സിനിമ. സിനിമ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരങ്ങ് തീരുമാനിക്കും. ആ പ്രേക്ഷകന് കൊടുക്കുന്ന ആ മൊമെന്റ് വരെ നമ്മളേ ഉള്ളൂ. അത് ആൾക്കാരുടെ സൗകര്യം അല്ലെ. ആൾക്കാർ ചിലപ്പോൾ നല്ലതെന്ന് പറയും, മോശമെന്ന് പറയും. അത് അപ് ടു ദം. ഇല്ലെങ്കിൽ ഇത് ഇടാൻ നിൽക്കരുത്, റിവ്യൂ ഇടാൻ നിൽക്കരുത്, മിണ്ടാതിരുന്നോളൂ. അതുപോലെ സിനിമ ഇറക്കാൻ നിൽക്കരുത്. ഇത് നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് മോങ്ങ ഇരുന്നിട്ട് ക്യാപ്സ്യൂൾ ഇറക്കുക. അയ്യോ ഇത് മുത്തശ്ശി കഥയായിരുന്നു. രണ്ടാമത്തെ ദിവസമാണ് ഇത് ബോധം വന്നത് മുത്തശ്ശി കഥയായിരുന്നേന്ന്. ഇത് നോട്ട്സ് എവരി വൺസ് കപ്പ് ഓഫ് ടീ. ഇത് ഈസോപ്പ് കഥയാണ്, മുത്തശ്ശി കഥയാണ്. ഇത് അങ്ങനെയല്ല ഈ സിനിമ കാണേണ്ടത്, ഇങ്ങനെയല്ല. ഇത് എങ്ങനെ സിനിമ കാണണമെന്ന് സിനിമാക്കാർ പഠിപ്പിക്കണം. അത് കാണുന്ന ആൾക്കാർ ടിക്കറ്റ് എടുത്താൽ തീരുമാനിച്ചോളൂ എങ്ങനെ കാണണമെന്ന്. അയ്യോ കണ്ടപ്പോൾ എനിക്ക് നാച്ചുറലി തോന്നി ഇതൊരു മാന്ത്രിക നോവൽ വായിക്കും പോലെ, അല്ലെങ്കിൽ ഒരു മുത്തശ്ശി കഥ പോലെ എനിക്ക് നാച്ചുറലി ഫീൽ ചെയ്തു. അങ്ങനെ മലയെക്കോട്ടെ നാച്ചുറലി ഫീൽ ചെയ്തിരുന്നെങ്കിൽ അതും അങ്ങനെ തന്നെ പറഞ്ഞേനെ. ഇടയ്ക്ക് കിട്ടണത് നല്ലതാ, പഠിക്കാൻ. ഇത് രണ്ടാമത്തെ ദിവസം ക്യാപ്സ്യൂൾ ഇറക്കിയിട്ട് ഇത് മുത്തശ്ശി കഥയാണ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഇമ്പ്രസ് ചെയ്യിക്കേണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ ഒരു പ്ലാനും ഇല്ല, ഇങ്ങനെ കിടന്ന് മോങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ആർക്കും അതിൻ്റെ ആവശ്യമില്ല. ആരെ ഇമ്പ്രസ് ചെയ്യാനില്ലാത്ത ആളുകൾ എന്തിനാണ് ബിസിനസ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഇല്ല, അത്തരം സിനിമകൾ എടുക്കുക. ആ ഏരിയയിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല, കഴിഞ്ഞ കാര്യമാണ്. നിനക്കൊന്നും പറ്റിയില്ലേ? ഇല്ല, ഇന്നത്തേക്ക് വേണ്ടാന്ന് വെച്ചു. ആരും നീയോ? അല്ല, അവൻ.